നിർണായകമായ കൂടിക്കാഴ്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സ്ഥിതിഗതികൾ ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും എല്ലാം അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്നത് അങ്ങേയറ്റം വിചിത്രമായ പ്രതികരണങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സ്ഥിരതയില്ലാത്ത, വ്യക്തതയില്ലാത്ത, പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്ക് വേണ്ടി 130 ആണവായുധങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും അത് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ളതല്ല, മറിച്ച് പ്രയോഗിക്കാൻ വേണ്ടിയുള്ളത് എന്നുമായിരുന്നു. അങ്ങനെ അന്താരാഷ്ട്ര സമൂഹത്തെ അടക്കം ഞെട്ടിക്കുന്ന ഒരു പ്രതികരണം ആയിരുന്നു ആദ്യം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഇന്ത്യ കണ്ടെത്തുകയും അക്കാര്യം വ്യക്തമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നയതന്ത്ര തലത്തിൽ ഉള്ള യുദ്ധം ആരംഭിക്കുകയും ചെയ്തിരുന്നു. നയതന്ത്ര നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ആണ് വിചിത്രമായൊരു പരാമർശം ഖ്വാജ ആസിഫിൻ്റെ ഭാഗത്ത് നിന്നടക്കമുണ്ടായത്. ഇന്ത്യക്ക് നേരെ ആണവായുധങ്ങൾ പ്രയോഗിക്കും. സാധാരണ ഒരു പ്രതിരോധ മന്ത്രി ഏറ്റവും ഒടുവിൽ ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഉപയോഗിക്കുന്ന വാചകങ്ങൾ അതല്ല എങ്കിൽ ആണവായുധങ്ങളുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കാൻ മുതിരരുത് എന്ന തരത്തിലുള്ള പരാമർശം പോലും ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യക്ക് തിരിച്ചടി നൽകും, ഇന്ത്യയെ ആക്രമിക്കും എന്ന് പറഞ്ഞ മന്ത്രിയാണ് പ്രതിരോധ മന്ത്രി. അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങൾ, അതായത് ഇന്ത്യ വലിയ തോതിൽ തിരിച്ചടി നൽകിയ ദിവസം ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ പാകിസ്ഥാൻ തകർത്തു എന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിരുന്നു ഇദ്ദേഹം തന്നെ. ആ മന്ത്രി തന്നെയാണ് പിന്നീട് ഒരു ചാനൽ ചർച്ചയിൽ എവിടെയാണ് നിങ്ങളുടെ പക്കൽ തെളിവുകളെന്ന് വാർത്താ അവതാരക ചോദിച്ചപ്പോൾ അതിന് സമൂഹ മാധ്യമങ്ങളിൽ തെളിവുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഖ്വാജ ആസിഫ് ഇന്ന് പറഞ്ഞ പ്രതികരണവും ഏറെ ശ്രദ്ധേയമാണ്. യുദ്ധം മാത്രമാണ് മുന്നിൽ ഉള്ളത്, ഇന്ത്യയുമായി യുദ്ധം എന്ന് പറഞ്ഞ അതേ ഖ്വാജ ആസിഫ് പക്ഷേ ഇപ്പോൾ പറയുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അടക്കം സംയമനത്തിനുള്ള, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വിഷയം രമ്യതയിൽ പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ്. നിരവധി ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ അപലപിച്ചതാണ്. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കൊപ്പം എന്നും ഇന്ത്യക്ക് ഈ ഭീകരാക്രമണത്തെ ചെറുക്കുന്ന പോരാട്ടത്തിൽ ഇന്ത്യക്ക് എല്ലാ പിന്തുണയും ഉറപ്പാക്കുകയും ചെയ്തതാണ്. അതേസമയം ഒരു ടെൻഷൻ ഈ മേഖലയിൽ ഉണ്ടാക്കുന്നത് താങ്ങാനാവില്ല എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭയുടെ വിലയിരുത്തൽ. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ഇനിയും ഒരു യുദ്ധം താങ്ങാൻ ലോകത്തിന് സാധിക്കില്ല. നിലവിൽ തന്നെ ഇസ്രായേൽ പലസ്തീൻ ഗാസ വിഷയം നിൽക്കുന്നു, യുക്രൈൻ റഷ്യ യുദ്ധം നിൽക്കുന്നു. ഇനി ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് കടന്നാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് രമ്യമായി വിഷയം പരിഹരിക്കണമെന്നാണ്. പക്ഷേ ഇന്ത്യ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടുണ്ട്, അത് തീവ്രവാദത്തിനെതിരായ നിലപാടാണ്, തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക എന്ന നിലപാടാണ്. ഇപ്പോൾ രേണുക തന്നെ തുടരുന്നുണ്ട്. രേണു, അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നടക്കമുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ പോലും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ഇന്നിതാ തുടർച്ചയായ 3ാമത്തെ ദിവസമാണ് അതിർത്തി ഗ്രാമങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത്. അതിർത്തി സംസ്ഥാനങ്ങളെയും ലക്ഷ്യം വെക്കുന്നു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ ഡ്രോൺ വർഷം തൊടുക്കുന്നു. അതിനെ പ്രതിരോധിക്കാതിരിക്കാൻ ഏത് രാജ്യത്തിനാണ് സാധിക്കുക? തീർച്ചയായും അഭിലാഷ്, നയതന്ത്ര തലത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ മേഖലയിൽ ഇന്ത്യയും പാകിസ്ഥാനുമായ ഒരു യുദ്ധം എന്നത് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. ഇന്ത്യയും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. ഒരു എസ്കലേഷനിലേക്ക് പോകാനുള്ള യാതൊരു താല്പര്യം ഇന്ത്യക്കില്ല എന്ന കാര്യം ആവർത്തിച്ച് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ നമ്മുടെ മണ്ണിൽ വന്ന് ഭീകരർ നമ്മളുടെ പൗരന്മാരോട് കാണിച്ച ക്രൂരത, അവരുടെ ചോര വീണതിന് കൃത്യമായ മറുപടി ഭീകരർക്ക് കൊടുക്കണം എന്നത് ആവശ്യമായിരുന്നു. അങ്ങനെ അതിന് തിരിച്ചടിക്കാനുള്ള ഇന്ത്യയുടെ അവകാശം വിനിയോഗിക്കുക എന്നത് മാത്രമാണ് ഇന്ത്യ ചെയ്തത്. ഇന്ത്യയുടെ തിരിച്ചടി ഭീകര കേന്ദ്രങ്ങൾ, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു, അവിടുത്തെ ഭീകരരെ ലക്ഷ്യമിട്ടായിരുന്നു. അക്കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. അത് എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ, ആരെയൊക്കെയാണ് ലക്ഷ്യമിട്ടത്, അതിൽ ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത് എന്ന വിവരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ ലോകത്തെ അറിയിച്ചിട്ടുള്ളതാണ്. ആ കാര്യങ്ങളൊക്കെയും വിശദീകരിക്കുന്നുണ്ട്. വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഓരോ ഇന്ത്യയുടെ തിരിച്ചടി ഘട്ടങ്ങളിലും എന്താണ് സാഹചര്യം എന്നത് കൗണ്ടർ പാർട്സുമായി ആശയവിനിമയം നടത്തുകയും
പറയുകയും വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഇടങ്ങളിലും ഇന്ത്യ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നത് വളരെ കൃത്യവും വ്യക്തവുമായി അവതരിപ്പിക്കാൻ ഇന്ത്യയെ സംബന്ധിച്ചായിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. നമുക്കറിയാം, ഇന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത് യുദ്ധമല്ലാതെ മറ്റൊന്നും ഒരു പരിഹാരമല്ല എന്നതാണ് പറഞ്ഞത്. ഖ്വാജ ആസിഫിൻ്റെതായിട്ടുള്ള എത്രയെത്ര പ്രകോപനപരമായ പരാമർശങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആണവായുധം പ്രയോഗിക്കുമെന്നും തകർക്കുമെന്നും അങ്ങനെ പല പല തരത്തിലുള്ള പ്രകോപനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് തുടർന്നു വരികയാണ്. അത് ഇന്നും തുടർന്നു. യുദ്ധം മാത്രമാണ് പരിഹാരം എന്നത് പറഞ്ഞു. അതിനുശേഷം ഇന്നലെ എന്തായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണത്തിന്റെ രീതി എന്നത് നമ്മൾ കണ്ടതാണ്. യാത്രാ വിമാനം മറയാക്കി അതിനെ കവചമാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ അതിർത്തി മേഖലയിലേക്ക് ഡ്രോണുകൾ മിസൈലുകളും പാകിസ്ഥാൻ വർഷിച്ചത്. അത് ഇന്ന് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്തായിരുന്നു അവരുടെ ആക്രമണ തന്ത്രം, എന്താണ് അവർ മനുഷ്യജീവന് നൽകുന്ന വില എന്നത് നമ്മൾ ചൂണ്ടിക്കാട്ടി. അപ്പോൾ യുദ്ധമുഖത്തോ ആക്രമണ മുഖത്ത് പോലും അവരുടെ രീതികൾ എന്താണ് എന്നത് സമൂഹത്തിന് തന്നെ അറിയാവുന്നതാണ്. അമേരിക്കയുടെ പോലും ഇന്നലത്തെ പ്രതികരണം വന്നത് പതിറ്റാണ്ടുകളായി ഭീകരതയെ ഊട്ടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നതാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്താണെന്നും എന്താണ് ചെയ്യുന്നത് എന്നതും ലോക സമൂഹത്തിന് അറിയാവുന്നതാണ്. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ ഇരു രാഷ്ട്രങ്ങളുമായും സഹകരണം തുടരുന്നവരാണ്. അവർ ഡി എസ്കലേഷനിലേക്ക് രണ്ടുപേരും പോകരുത് എന്ന പ്രതികരണം മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. അത് ആ രീതിയിൽ ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ഇടപെടലുകളും ശ്രമങ്ങളുമായിട്ടാണ് കാണുന്നത്. അപ്പോഴും ഇന്ത്യ എന്താണെന്നും പാകിസ്ഥാൻ എന്താണ് എന്നതും ലോകത്തിന് തന്നെ വ്യക്തമാണ്. അത് ഈ ഘട്ടങ്ങളിൽ പോലും അവരുടെ ആക്രമണ തന്ത്രങ്ങൾ എന്തെന്ന് നമ്മൾ കാണുന്നു. ഇന്നും യാത്രാ വിമാനം, അതും രാജ്യാന്തര വിമാനം കവചമാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ മണ്ണിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ആ ആക്രമണങ്ങൾ ബരാമുള്ള മുതൽ ഭുജ് വരെയുള്ള, ഗുജറാത്തിലെ ഭുജ് വരെയുള്ള സ്ഥലങ്ങൾ നീണ്ടുനിന്നു. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. അങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് മൂന്നാം ദിവസവും പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. അതിനുള്ള തിരിച്ചടിയാണ് ഇന്ത്യ ഇപ്പോൾ പാക് ഒക്കുപൈഡ് കശ്മീരിലും അതിന് പുറത്ത് പാകിസ്ഥാനിലേക്കും നൽകുന്നത്. ഈ തിരിച്ചടി, ഇന്ന് എത്ര ആക്രമണമാണോ പാകിസ്ഥാൻ നടത്തിയത് അതിന് തത്തുല്യമായ തിരിച്ചടി ഇന്ത്യ നൽകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. അത് എപ്പോൾ ഉണ്ടാകും, എങ്ങനെ ഉണ്ടാകും എന്നത് പ്രവചനീയമല്ല. പക്ഷേ സിവിലിയൻസിനെ ദ്രോഹിക്കാതെ കൃത്യമായിട്ടുള്ള തരത്തിലുള്ള ആ രീതിയിലുള്ള തുല്യമായ തിരിച്ചടി തന്നെയായിരിക്കും ഇന്ത്യ പാകിസ്ഥാന് നൽകുക. ആ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. യെസ്, ഇന്ത്യ തിരിച്ചടിക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ, പാക് അധിനിവേശ കശ്മീരിലെ പോസ്റ്റുകൾക്ക് നേരെയാണ് ഇന്ത്യ ഇപ്പോൾ തിരിച്ചടി ആരംഭിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ആണ് തുടരുന്നത്. പക്ഷേ ഓർക്കുക, ഇന്ത്യ തിരിച്ചടിക്കുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയല്ല, മറിച്ച് സൈനിക പോസ്റ്റുകൾക്ക് നേരെയാണ്. തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. ജനവാസ മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണത്തിന് ഇന്ത്യ ഇതുവരെയും മുതിർന്നിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ ആവർത്തിക്കുന്നു, നിർബന്ധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് കഴിഞ്ഞ ദിവസത്തെ പാകിസ്ഥാന്റെ കുതന്ത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത്. അതായത് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാൻ അവരുടെ വ്യോമപാതകൾ ഉപയോഗിച്ച് യാത്രാ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരുന്നു. വിദേശികൾ ഉൾപ്പെടെ യാത്ര ചെയ്തിരുന്ന യാത്രാ വിമാനങ്ങൾ, അങ്ങനെ മനുഷ്യന്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത, സ്വന്തം ജനതയുടെ ജീവന് പോലും ഒരു വിലയും കൽപ്പിക്കാതെ ഉള്ള യുദ്ധതന്ത്രങ്ങളാണ് പാകിസ്ഥാൻ മെനയുന്നത് എങ്കിൽ ഒരു ഇന്ത്യക്കാരന് പോലും ജീവഹാനി സംഭവിക്കരുത്, പോറലേൽക്കരുത് എന്ന മട്ടിൽ ഉള്ള യുദ്ധ മറുതന്ത്രം ആണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്, ഇന്ത്യൻ സൈനികരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുമാത്രവുമല്ല, പാകിസ്ഥാൻ അവിടുത്തെ ജനങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എങ്കിൽ, അവരുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല എങ്കിൽ ആ ജനതയ്ക്ക് പോലും വില കൽപ്പിക്കുന്ന ഒരു സൈനിക വിഭാഗം ആണ് നമ്മുടേത്. അങ്ങനെ പ്രൊഫഷണൽ ആയ ആക്രമണങ്ങൾക്ക് മാത്രം മുതിരുന്നവർ ആണ് നമ്മുടെ സൈനിക വിഭാഗം. അവിടെയും സാധാരണക്കാരായ ആളുകൾ, ഇത്തരം ആക്രമണങ്ങളിൽ ഒരു പങ്കും ഇല്ലാത്ത ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഏപ്രിൽ 22 എന്ന ആ ദിവസം, പഹൽഗാമിൽ 27 ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഭീകരാക്രമണ ദിവസം ഇന്ത്യക്ക് മറക്കാൻ സാധിക്കില്ല. അതിന് 14 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ സൈന്യം
മറുപടി നൽകിയിരുന്നു. ആ മറുപടി എന്നത് 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള മറുപടിയാണ്. അന്ന് ഇന്ത്യ വ്യക്തമാക്കിയതാണ്, ഞങ്ങൾ ആരെയും ആക്രമിക്കുന്നില്ല, പാകിസ്ഥാനിലെ ജനങ്ങളെ ആക്രമിക്കുന്നില്ല, പാകിസ്ഥാന്റെ സൈന്യത്തെ ആക്രമിക്കുന്നില്ല, മറിച്ച് നിഷ്കളങ്കരായ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവൻ എടുത്തവർ ആരാണോ അവർക്ക് മാത്രമാണ് തിരിച്ചടി നൽകിയത് എന്ന്. എന്നാൽ അന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായ തിരിച്ചടി മറുപടി എന്നത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ തീമഴ പെയ്യിച്ചുകൊണ്ടുള്ള മറുപടിയായിരുന്നു. ഡ്രോണുകൾ വർഷിച്ച സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ഡ്രോണുകൾ വർഷിച്ചുകൊണ്ടുള്ള ആക്രമണം. അങ്ങനെയാണ് നമ്മുടെ 15 ഗ്രാമവാസികൾക്ക്, ജമ്മു കാശ്മീരിലെ ഗ്രാമവാസികൾക്ക് ജീവൻ നഷ്ടമായത്. അതിന് ഇന്ത്യ ഇന്നലെ അതിശക്തമായ മറുപടി നൽകി.